every hour. കോൺഗ്രസിൽ പുതിയുഗപ്പിറവി. മാറുന്ന കോൺഗ്രസ് രാഷ്ട്രീയം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു കാറ്റ് വീശുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളെയും പഴയകാല കലഹങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സുൽത്താൻ ബത്തേരിയിലെ കോൺഗ്രസ് ലക്ഷ്യ സമ്മിറ്റിൽ കണ്ടത് അത്യപൂർവമായ ഒരു കാഴ്ചയായിരുന്നു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരും തോളിൽ കൈയിട്ട് ഒരേ നിരയിലിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് അവർ പരസ്പരം കൈമാറുന്നത് വെറുമൊരു പുഞ്ചിരിയല്ല, മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ യുദ്ധത്തിനുള്ള ഐക്യ സന്ദേശമാണ്. KC തരൂർ സൗഹൃദം. ഗ്രൂപ്പ് മാനേജർമാർക്ക് ഞെട്ടൽ നാളുകളായി രണ്ടു വഴിക്ക് സഞ്ചരിച്ചവരാണ് KCയും തരൂരും. ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ ഒരുപോലെ സ്വാധീനമുള്ളവർ. എന്നാൽ ഇവർക്കിടയിലെ അകൽച്ച കേരളത്തിലെ കോൺഗ്രസിന് എന്നും വലിയൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ ബത്തേരിയിൽ അവർ ആ സന്ദേശം തിരുത്തി. തങ്ങൾക്കിടയിൽ ഇനി അകൽച്ചയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തരൂരിന്റെ തോളിൽ KC കൈയിടുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. സ്വന്തം നിലയിൽ കരുത്ത് തെളിയിച്ചിട്ടുള്ള ഗ്രൂപ്പ് മാനേജർമാരെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇരുവരും ചർച്ചകളിലും ഇടപെടലുകളിലും സജീവമായത്. നേമത്തെ പോരാട്ടം. തരൂർ മുഖ്യമന്ത്രിയാകുമോ? ഈ സൗഹൃദത്തിനപ്പുറം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ചൂട് പിടിപ്പിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ ഇത്തവണ ശശി തരൂർ ജനവിധി തേടുമെന്ന പ്രചരണം ശക്തമാണ്. കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രധാന മുഖമായി തരൂർ മാറുന്നു എന്ന വ്യക്തമായ സന്ദേശമാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ നൽകുന്നത്. നേമത്ത് തരൂർ ജയിക്കുകയും കോൺഗ്രസ് അധികാരത്തിലെത്തുകയും ചെയ്താൽ ആരാകും മുഖ്യമന്ത്രി? ചോദ്യം ഉയർന്നു കഴിഞ്ഞു. എന്നാൽ അത്തരം തർക്കങ്ങൾക്കൊന്നും ഇടം നൽകാതെ ഏൽപ്പിക്കുന്ന ഏത് ദൗത്യത്തിനും താൻ തയ്യാറാണെന്ന സന്ദേശമാണ് തരൂർ KCയെ അറിയിച്ചിട്ടുള്ളത്. യുദ്ധത്തിന് താൻ റെഡി എന്ന തരൂരിന്റെ വാക്കുകൾ അണികൾക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. KCയുടെ നയതന്ത്രവും ടാർഗറ്റ് 100ഉം ദേശീയതലത്തിലെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് 2 ദിവസത്തെ ക്യാമ്പിൽ മുഴുവൻ സമയവും പങ്കെടുത്ത KC വേണുഗോപാൽ കൃത്യമായ കർമ്മപദ്ധതിയാണ് സംസ്ഥാന ഘടകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം പുതിയൊരു ഊർജമായി മാറ്റണം. ടാർഗറ്റ് 100 എന്നതാണ് KCയുടെ ലക്ഷ്യം. 100 സീറ്റുകൾ പിടിച്ചെടുത്ത് അധികാരം തിരിച്ചുപിടിക്കുക. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വേണ്ടെന്നും വിജയസാധ്യത മാത്രമാകും മാനദണ്ഡമെന്നും അദ്ദേഹം കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. യുവജനങ്ങൾക്കും വനിതകൾക്കും അർഹമായ പ്രാധാന്യം നൽകിക്കൊണ്ട് സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വിജയത്തിലേക്കുള്ള ഒരുമിച്ച് നിന്നാൽ മാത്രമേ മുന്നോട്ടു പോകാനാകൂ എന്ന തിരിച്ചറിവാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രകടമാക്കുന്നത്. തരൂരിനെ ചേർത്ത് പിടിക്കുന്ന KCയും പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച തരൂരും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചിത്രം മാറ്റിവരയ്ക്കുകയാണ്. ബത്തേരിയിൽ കണ്ട ഈ സ്നേഹസംഗമം വെറും പ്രകടനം മാത്രമല്ല, കേരള ഭരണം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിന്റെ ഉറച്ച നയതന്ത്രത്തിന്റെ തുടക്കം കൂടിയാണ്.